ഹലോ, അപ്പോൾ ഒരു കുട്ടി മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ട്രിവാൻഡ്രത്ത് കാർണിവൽ നടക്കുകയാണ്. അപ്പോൾ കാർണിവൽ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതല്ല. മോന് പാർക്കിൽ പോകണം, കുറച്ച് നേരം കളിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അവന് കുറച്ച് നേരം ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് പാർക്കിൽ കളിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അമ്പത് എടുത്തിട്ടാ 10 രൂപ. അങ്ങനെ അവൻ കുറേ നേരം പാർട്ടിക്കിലൊക്കെ കളിച്ചതിന് ശേഷം ഞങ്ങൾ കാർണിവലിൻ്റെ നടക്കുന്ന സ്ഥലത്തോട്ട് പോയപ്പോഴേക്കും അവിടെ രണ്ട് വലിയ മനുഷ്യന്മാർ, നല്ല ഹൈറ്റുള്ള 2 പേര് അവിടെ നിൽപ്പുണ്ടായിരുന്നു. എല്ലാവരും കുറേ നേരം അതിനൊക്കെ നോക്കി ഫോട്ടോ എടുത്തൊക്കെ നിൽക്കുമായിരുന്നു. ഞങ്ങളും അത് നോക്കി നിന്നിട്ട് ഞങ്ങൾ പാസ് ചെയ്ത് പോയി, ഉള്ളിലേക്ക് പോയി. അപ്പോൾ അവിടെ കാർണിവൽ കാണാൻ വേണ്ടിയിട്ട് പാസ് എടുക്കണം. പാസ് എടുത്തിട്ട് മാത്രമേ കാർണിവൽ കാണാൻ പറ്റത്തുള്ളൂ. അവിടെ നിന്ന് അവനൊരു പേരക്കയുടെ ചെറിയൊരു കുഞ്ഞ് ജ്യൂസൊക്കെ വാങ്ങി കൊടുത്തു, കുടിച്ചു. പക്ഷേ ഫ്ലേവർ ഒട്ടും കൊള്ളില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ചു. ഞങ്ങൾ ടിക്കറ്റൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അതിനുള്ളിലായിട്ട് കയറിയിട്ടില്ലായിരുന്നു. പാട്ട് പാടുന്നത് FM-ലുള്ള ജോക്കിയൊക്കെയാണ് വന്നിട്ട് അതായത് പ്രോഗ്രാം നടത്തുന്നുണ്ടായിരുന്നത്. അപ്പോൾ പാട്ട് കേട്ടിട്ട് അവൻ അവിടെ ഭയങ്കര കളിയും ബഹളമൊക്കെ ആയിരുന്നു. പുറത്ത് നിന്നാൽ കേൾക്കാം, നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ അവൻ അവിടെ നിന്ന് ഭയങ്കര കളിയും ബഹളമൊക്കെ ആയിരുന്നു. ഇതാണ് ഇപ്പോൾ അവൻ അവിടെ നിന്ന് വാങ്ങിയ കളിപ്പാട്ടം. അവൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവന് എന്തെങ്കിലും വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ളതിൽ കുഞ്ഞു സാധനം നോക്കി വാങ്ങിക്കൊടുത്തതാണ്. ഒത്തിരി കളിപ്പാട്ടമുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ അവിടെ ലൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മുന്നേ ഉള്ള ഒരു വീഡിയോയിലും ഈ ഒരു ലൈറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കുഞ്ഞു പിള്ളേർക്ക് അതിന് ഓടിക്കളിക്കാനൊക്കെ ഭയങ്കര അടിപൊളി സംഭവമാണിത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഓടിക്കളിക്കാനും അവർക്കൊരു എൻജോയ്മെൻറ്റ് അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അവൻ അതിൽ കുറച്ച് നേരം അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു. അതിന് ശേഷം അവിടെ തന്നെ 3-4 സ്റ്റേജ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കാർണിവൽ നടക്കുന്നത് ടിക്കറ്റ് എടുത്ത് നമ്മൾ കാണേണ്ടത്. ഈ സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് ഓപ്പൺ മൈൻഡഡ് സ്റ്റേജാണ്. അതായത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വന്ന പ്രോഗ്രാം ചെയ്യുന്നതല്ല. അതായത് പാട്ട് പാടാനായാലും ഡാൻസ് ചെയ്യാനായാലും നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള അവർ വന്ന് കളിക്കുന്നതല്ല. നമ്മൾ അപ്പോഴും ഓപ്പൺ മൈൻഡ് സ്റ്റേജാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡാൻസോ പാട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സോ എന്തെങ്കിലും നമുക്ക് നമ്മുടെ കഴിവിനനുസരിച്ച് ചെയ്യാൻ പറ്റുമോ അത് അപ്പോൾ അവർ അനൗൺസ് ചെയ്ത് അപ്പോൾ ഒരു തട്ടിക്കൂട്ട് പ്രോഗ്രാം പോലെ ചെയ്ത് പാട്ടൊക്കെ ഓൾറെഡി ഈ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പഠിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളവരായിരിക്കും ചെയ്യുന്നത് പ്രോഗ്രാം. അല്ലാതെ വേറെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ളതല്ല ആ ഒരു സ്റ്റേജ്. അപ്പോൾ അവരവിടെ നിന്ന് വിളിക്കുന്നതാണ്, അപ്പോൾ പെട്ടെന്ന് പെർഫോമൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ പാട്ട് മറ്റേ പാട്ടായിരുന്നു കേട്ടോ. ഏതോ ചന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് പൊട്ടു തൊടുന്നൊരു ആ പാട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.